ഗുഡ് മോർണിംഗ് ഗൗതം. ഗുഡ് മോർണിംഗ്. ഹർ ഹർ മഹാദേവ് ഇത് പറയുന്നത് കോൺഗ്രസ് ആണ്. കുംഭമേള കോൺഗ്രസിനെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചു. അതായത് ഖാർഗയെ പിന്തള്ളിക്കൊണ്ട് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും കുംഭമേളയിൽ സ്നാനം ചെയ്യാനെത്തുകയാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ കുംഭമേളയിലേക്ക് കോൺഗ്രസിൽ നിന്നൊരാൾ വരികയാണ്. സത്യത്തിൽ ഖാർഗയുടെ ആ ദുഷിച്ച നാവ് പിഴുതെറിയണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നത്. എന്താണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ബുദ്ധി ഉദിച്ചോ? യഥാർത്ഥത്തിൽ ഇതിനെ എതിർത്ത നേതാക്കളൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കുംഭമേളയിൽ ഏറ്റവും അടുത്ത വരും ദിവസങ്ങളിൽ കുംഭമേളയിൽ വരാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്താൻ പോകുന്നു എന്നൊരു വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഇത് ഖാർഗയുടെ കരണത്ത് കിട്ടുന്നൊരു അടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഖാർഗെ എത്രമാത്രം ദുഷിച്ച രീതിയിലാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഭക്തകോടികൾ ഒഴുകിയെത്തുന്ന കുംഭമേളയെ ആക്ഷേപിച്ചത് എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിലൂടെ കോൺഗ്രസ് ഖാർഗയിലൂടെ നൽകുന്നൊരു സന്ദേശം എന്താണ്? നമ്മൾ ഹിന്ദു വിരുദ്ധമായിട്ടുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്നല്ലേ ഇത്തരം നിലപാടുകളിലൂടെ അവർ തന്നെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം അനവസരത്തിലാണ് ഖാർഗയുടെ വായിൽ നിന്ന് വേണ്ടാത്ത രീതിയിലുള്ള ഓരോ പരാമർശങ്ങൾ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇനി വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കുംഭമേളയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ എന്നല്ലേ ഖാർഗെ ചോദിച്ചത്. അതിലൂടെ അപമാനിച്ചത് മുഴുവൻ ഹിന്ദുക്കളെയാണ്. അവിടെ മുഴുവൻ എത്തുന്ന ഭക്തരെയാണ് യഥാർത്ഥത്തിൽ ഈ ഖാർഗെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തത്. ഖാർഗയ്ക്ക് അറിയാത്തൊരു കാര്യമാണോ ഈ കുംഭമേള എന്ന് പറയുന്നത്? പൈസ ചെലവ് മാത്രമല്ല, ഈ ചെലവാക്കുന്നതിനെക്കാട്ടിയും 10 മടങ്ങ് കോടാനുകോടി രൂപയുടെ വരുമാനമാണ് തിരികെ ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുന്നത്. ആ ഖജനാവിലേക്ക് പൈസ ഒഴുകിയെത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം കൃത്യമായിട്ട് കുംഭമേള ഇല്ലാതാക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള UP സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുകയും ചെയ്യും, പണം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ DK ശിവകുമാറിനെ പോലുള്ള കർണാടകയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രിമാർ കുംഭമേളയിൽ എത്തി. എന്നിട്ട് ഖാർഗെക്ക് നൽകിയ പ്രതികരണം എന്തായിരുന്നു എന്ന കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അദ്ദേഹം പോയതിനെ ചൊല്ലി നിരവധിയായിട്ടുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഖാർഗെക്കടക്കം ഈ ദേശീയ നേതൃത്വത്തിനടക്കം കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. DK എന്തിനാണ് പോയത്, അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ച് കളയണം എന്നൊക്കെ ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൂടെയൊക്കെ പല നേതാക്കളും അവിടെ എത്താൻ തുടങ്ങിയതോടുകൂടി കോൺഗ്രസിനും ഖാർഗയ്ക്കും വ്യക്തമായി ഇനി ഇവരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വികാരമാണ്, അതിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരും ദിവസങ്ങളിൽ 26-ാം തീയതി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവിടെ എത്താൻ വേണ്ടി പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വല്ലാത്ത രീതിയിലുള്ളൊരു പ്രചരണവും അവമതിപ്പുമായിരിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. ഇത്രയും വലിയൊരു ഉത്സവം നടക്കുമ്പം കോടാനുകോടി ആളുകൾ വിവിധ ഇടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ രാഹുലും പ്രിയങ്കയും എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ആളുകൾ ഉയർത്തും. ആ ചോദ്യം ഉയർത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുംഭമേളയുടെ മഹനീയതയും അതിൻ്റെ ഒരു വലിയ സ്വീകാര്യതയും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നത്. ഈ സനാതന വിരുദ്ധമായ ചില പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് തന്നെ കുറേ സന്യാസിമാർ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് കുംഭമേള ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജനുവരി 13-നാണ് കുംഭമേള ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ സന്യാസിമാർ പറയുന്നത് കുംഭമേളയിൽ സ്നാനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നാണ് സന്യാസിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ DK ശിവകുമാറിൻ്റെ ഒക്കെ എതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഖാർഗെ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ, തയ്യാറാണോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം കുംഭമേളയിൽ കോൺഗ്രസ്സുകാർ ആര് പങ്കെടുത്താലും അവരൊക്കെ BJPയിലേക്ക് പോകുമെന്നാണ് ഖാർഗെ ചിന്തിക്കുന്നത്. അപ്പോൾ UP മൊത്തത്തിൽ കുംഭമേള മാറ്റിമറിക്കുകയാണ്. UPയുടെ സമ്പദ്ഘടനയിൽ മാറ്റം വരുന്നുണ്ട്, ചെറുകിട വ്യവസായങ്ങളിൽ മാറ്റം വരുന്നുണ്ട്, ചെറുകിട കച്ചവടക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ലോകം മുഴുവൻ UPയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആത്മീയതയുടെ ഒരു വലിയ കൂട്ടായ്മയായി ലോകം മുഴുവൻ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തെ പിന്തുടരുന്നവർ പോലും കുംഭമേളയിൽ എത്തുന്നുണ്ട്. അവിടുത്തെ പലതരത്തിലുള്ള ആത്മീയതയുമായി ബന്ധപ്പെട്ടവരെല്ലാം അതിൽ ലയിച്ചു ചേരുന്നു.
വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വല്ലാതെ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം UP-യുടെ ഭരണം ഇങ്ങനെ പോയാൽ ഇനി ഒരിക്കലും തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടാവുന്നു. അതാണ് ഗാർഗയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ പലപ്പോഴും വിമർശിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലത് തന്നെ എന്ന് നമ്മൾ പറയണം. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ അജയ് റോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ, അതെ, അജയ് റോയി ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കുംഭമേളയിൽ പങ്കെടുക്കും, ഘർ ഘർ മഹാദേവ് ജപിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം ജനങ്ങളുടെ മനസ്സ് എവിടെയാണ്, ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, അവരുടെ ചിന്താഗതിയും രീതിയും എങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണെന്നും അവിടെ എല്ലാവരും എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെന്നും ഒരു കൈവെള്ളയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് 2018 പ്രിയങ്ക ഗാന്ധി ഗംഗയിൽ സ്നാനം ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും രാഹുലും പ്രിയങ്കയും. അന്ന് ഗംഗ ഇത്രത്തോളം മുക്തമായിരുന്നോ, മലിനത്തിൽ നിന്ന് മുക്തമായിരുന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ ഗംഗ പൂർണ്ണമായും മുക്തമാണ്, മലിനീസമല്ല ഗംഗ. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ എത്തിയ ഗംഗയിലേക്ക് രാഹുലും പ്രിയങ്കയും വരുമ്പോൾ സത്യത്തിൽ വലിയ മാറ്റങ്ങൾ കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ. കാരണം UP പോലുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് എത്രയോ നാളുകളായിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ദുരിതമായിട്ട് തീരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷമാണ് കുറച്ചെങ്കിലും സീറ്റുകൾ അവിടെ അവർക്ക് ലഭിക്കുകയൊക്കെ ചെയ്തത്. രാഹുൽ ഗാന്ധിയൊക്കെ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 75 ദിവസത്തിലേക്ക് കുംഭമേളയെ ഒന്ന് കൂട്ടി ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ എത്തപ്പെടാൻ സാധിക്കാത്ത മറ്റു പല ഭക്തർക്കും അത് വലിയൊരു രീതിയിൽ സഹായകരമാകുമെന്ന് കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് ഒക്കെ വ്യക്തമാക്കിയതാണ്. അപ്പം ഇന്ത്യ സഖ്യത്തിലെ പല പ്രമുഖ നേതാക്കളും പ്രമുഖ പാർട്ടിയിലെ ആളുകളൊക്കെ കുംഭമേളയെ സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഇത് കുംഭമേള നൽകുന്ന ഒരു സന്ദേശം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകാത്മകതയുടെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എല്ലാവരെയും ഒന്നിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഘടകമാണ്, ഒരു ആത്മീയതയുടെ ഒരു കേദാര ഭൂമിയാണ് ഇന്ത്യ. അത് കുംഭമേളയിലൂടെ ഞങ്ങൾ ലോകത്തിന് മുമ്പിൽ വ്യക്തമാക്കുന്നു എന്നാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകളൊക്കെ ഈ മഹാകുംഭമേളയെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശം യഥാർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും വലിയ ഓൾഡസ്റ്റ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന കോൺഗ്രസിന് തന്നെ ആയിരിക്കുമെന്നൊരു തിരിച്ചറിവ് രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഖാർഗെയെ പോലും വേണ്ടി വന്നാൽ ഖാർഗെയെ പോലും തള്ളിക്കൊണ്ട് ഇവർ കുംഭമേളയിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം എത്തിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിതിപ്പോൾ പറഞ്ഞിട്ട് അവർ നാളെയും മറ്റന്നാൾ എവിടെ പോയി എന്ന് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ അവർ എത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവർക്ക് തന്നെയാണ്. അല്ല, ഇത് നമ്മളല്ല പറയുന്നത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ അജയ് റോയ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഹർ ഹർ മഹാദേവ ജപിച്ചുകൊണ്ട് ഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്ത് മോക്ഷപ്രാപ്തിക്കായി രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധിയും കുംഭമേളയിലേക്ക് വരുമെന്നുള്ളത്. കുംഭമേള എന്ന് പറയുന്നത് സുഡാപ്പികൾ ഇനി കുരുപൊട്ടി എന്തൊക്കെ രാഹുലിനെതിരെ തൽക്കാലം ഒന്നും മിണ്ടാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ഉള്ളവരൊക്കെ BJP-യിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് സുഡാപ്പികൾ എന്തായാലും മൗനം പാലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ മുങ്ങി എണീക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ പടിയിലേക്ക് കയറാനുള്ള ഒരു ഊർജവും ഒരു വീര്യവും ഒക്കെ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും മുങ്ങുന്നത് മുങ്ങി പൊങ്ങുമ്പോൾ അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.